I am Nana Narayanan and this is Sims Education Center Malappuram. Lesson for Princess September W. Somerset Maugham. Somerset Maugham, novelist, playwright and short story writer, has been recognized as a great master of contemporary English prose. He won fame by the novels like Cakes and Alley and Razor's Edge, plays like The Breadwinner and Caesar's Wife, and a large number of short stories. അപ്പോൾ സോമർസെറ്റ് മോം ജനിച്ചത് 1874 അദ്ദേഹം ഒരു നോവലിസ്റ്റും പ്ലെയറൈറ്റും ഷോർട്ട് സ്റ്റോറി റൈറ്ററുമാണ്. അതുപോലെ തന്നെ ഇംഗ്ലീഷ് പ്രോസിൻ്റെ ഒരു ഗ്രേറ്റ് മാസ്റ്ററായിട്ടാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ ഫേമസ് ആയിട്ടുള്ള നോവൽസാണ് കേക്ക്സ് ആൻഡ് ആലി, റേസേഴ്സ് എഡ്ജൊക്കെ. അതുപോലെ തന്നെ ബ്രെഡ് വിന്നർ, സീസേഴ്സ് വൈഫ് എന്നുള്ള ഈ പ്ലേസും ഫേമസ് ആണ്. പിന്നെ ഒരുപാട് ഷോർട്ട് സ്റ്റോറീസും അദ്ദേഹം എഴുതിയിട്ടുണ്ട്. The story Princess September was written while he was staying in a hotel at Bangkok. Soon after recovering from an attack of malaria, to quote his own words, and because I had nothing to do except look over the river and enjoy the weakness that held me blissfully to my chair, I invented a fairy story. Here it is. It combines the elements of a fairy tale with realism. In fact, it is a parable, a story with a moral, namely freedom is the true secret of happiness. അപ്പോൾ പ്രിൻസസ് സെപ്റ്റംബർ എന്ന് പറയുന്നത് വർക്ക് അദ്ദേഹം എഴുതിയിട്ടുള്ളത് അദ്ദേഹത്തിന് മലേറിയ ബാധിച്ചിട്ട് അതിൽ നിന്ന് റിക്കവേർഡ് ആയ സമയത്ത്, മലേറിയ ബാധിച്ചതിന് ശേഷം അദ്ദേഹം ബാങ്കോക്കിലെ ഹോട്ടലിൽ ഇരിക്കുന്ന സമയത്ത് അദ്ദേഹം എഴുതിയതാണ്. അപ്പോൾ അതിൽ പറയാണ്, എനിക്കൊന്നും ചെയ്യാനില്ലാത്തതുകൊണ്ട് ഇങ്ങനെ പുറത്തുള്ള റിവറിൽ നോക്കിയിരുന്നിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഞാനൊരു ഫെയറി സ്റ്റോറി ഇൻവെൻറ്റ് ചെയ്തു, ഒരു കെട്ടുകഥ. അപ്പം എന്താണ് അതിൽ ഒരു ഫെയറി ടൈലും റിയലിസവും കൂടെ കൂടിയതാണ്. അപ്പോൾ ഇതൊരു നീതി കഥയാണ്. അപ്പോൾ ഇതിൽ എന്താ പറയുക, പ്രധാനമായിട്ടും പറയണത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സന്തോഷത്തിൻ്റെ ഏറ്റവും വലിയ രഹസ്യം എന്ന് പറയുന്നത് എന്താണ്? സ്വാതന്ത്ര്യമാണ്. സ്വാതന്ത്ര്യം ആണ് നമുക്ക് സന്തോഷം എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടാക്കുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത്. The king of Siam had 2 daughters and he called them night and day. When 2 more days were born, he changed the name of the 2 and called his 4 daughters after seasons. But in course of time he had 3 more daughters, and the king changed the name of all and called all these 7 children by the days of week. Next day daughter was born. Now the king called them after months till he came to the youngest, who was called August, and the next one was called September, who was the last daughter. The queen only had sons after that, and they are called by the letters of alphabets, and the queen had reached the letter J. അപ്പോൾ സിയാമിലെ കിങ്ങിന് ആദ്യം 2 പെൺമക്കളുണ്ടായി. അപ്പോൾ അദ്ദേഹം അവർക്ക് പേരിട്ടു നൈറ്റും ഡേയും. പിന്നെ 2 മക്കളും കൂടെ ഉണ്ടായപ്പോൾ അവരെ 4 പേർക്കും സീസൺസിൻ്റെ പേരുകളാണ് ഇട്ടത്. സ്പ്രിങ്, സമ്മർ, ഓട്ടം, ലൈക്ക് ദാറ്റ്. അതിനുശേഷം പിന്നെ 3 മക്കളും കൂടെ ഉണ്ടായപ്പോൾ അദ്ദേഹം ഈ 7 മക്കൾക്കും കൂടെ ആഴ്ചകളുടെ പേരാണ് ഇട്ടത്. പിന്നെ ഒരു മകളും കൂടെ ഉണ്ടായപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു, മാസങ്ങളുടെ പേരായി ഇടാൻ തുടങ്ങി. അപ്പോൾ അങ്ങനെ ഓഗസ്റ്റും പിന്നീട് സെപ്റ്റംബറും ആയിരുന്നു ലാസ്റ്റ് ഡോട്ടർ. അതിനുശേഷം ക്യൂന് ആൺമക്കളാണ് ഉണ്ടായത്. അവർക്ക് ഇംഗ്ലീഷ് ആൽഫബറ്റിലെ ലെറ്റേഴ്സാണ് പേരുകളായിട്ട് കൊടുത്തത്. The frequent change of names left the daughters embittered. Since September did not have such problem and she remained a charming girl, the king had a habit of giving away presents to others on his birthday. One year he gave each of his daughters a beautiful green parrot and a beautiful golden cage. All the 9 girls spent an hour every day in teaching them to talk. All the parrots could say, "God save the king." അപ്പോൾ ഈ പെട്ടെന്നുള്ള പേരുമാറ്റൽ ഈ പെൺമക്കളുടെ ഇടയിൽ ഭയങ്കര ദേഷ്യം ഉണ്ടാക്കി. പക്ഷേ സെപ്റ്റംബറിന് മാത്രം അങ്ങനെ ഒരു പ്രശ്നം വന്നില്ല. അപ്പോൾ അവൾ ഹാപ്പി ആയിരുന്നു. കിങ്ങിനൊരു സ്വഭാവം ഉണ്ടായിരുന്നു, അദ്ദേഹത്തിൻ്റെ ബർത്ത്ഡേക്ക് എല്ലാവർക്കും ഗിഫ്റ്റ് കൊടുക്കുക. അങ്ങനെ ഒരു വർഷം അദ്ദേഹത്തിൻ്റെ പെൺമക്കൾക്ക് അദ്ദേഹം ഒരു തത്തേനെയാണ്, ഒരു ബ്യൂട്ടിഫുൾ ഗോൾഡൻ കേജും പാരറ്റിനെയാണ് കൊടുത്തത്. അങ്ങനെ ഈ 9 പെൺകുട്ടികളും 1 മണിക്കൂർ ഈ തത്തകളെ സംസാരിക്കാൻ പഠിപ്പിക്കാൻ തുടങ്ങി. ആ തത്തകളൊക്കെ എപ്പോഴും പറയുന്ന ഒരു സെൻറ്റൻസ് എന്താണെന്ന് വെച്ചാൽ, ഗോഡ് സേവ് ദ കിങ്, ദൈവം കിങ്ങിനെ, രാജാവിനെ രക്ഷിക്കുമെന്ന്.
One day the Princess September found her parrot dead. She wept bitterly over the loss. When she was in her bed, a little bird came and sang a beautiful song. The princess felt happy and the bird sang her to sleep. She showed her singing bird to all her sisters. അപ്പോൾ ഒരു ദിവസം പ്രിൻസസ് സെപ്റ്റംബറിൻ്റെ പാരറ്റ് തത്ത മരിച്ചുപോയി. അപ്പോൾ അവൾക്ക് ഭയങ്കര സങ്കടമായി. അപ്പോൾ അവൾ ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഒരു ചെറിയൊരു പക്ഷി വന്നിട്ട് ഒരു മനോഹരമായിട്ടുള്ളൊരു പാട്ട് പാടി. അപ്പോൾ പ്രിൻസസ്സിന് വളരെ സന്തോഷം തോന്നി. അപ്പോൾ അവളുടെ ആ ബേർഡിൻ്റെ സോങ് കേട്ടിട്ട് അവൾ ഉറങ്ങി. അവൾ എന്ത് ചെയ്തു, ഈ പാട്ട് പാടുന്ന പക്ഷീനെ അവളുടെ സഹോദരിമാർക്കൊക്കെ കാണിച്ചു കൊടുത്തു. വൺ ഡേ all other sisters came to the princess and told her that they would buy a new parrot for her. The princess declined the offer, saying that she was happy with the singing bird, but the sisters pointed out that the bird flew in and flew out. So they advised her to put the bird in the cage. When the bird came back, the princess put him in the cage and shut him up. The bird expresses his difficulty while he was shut up in the golden cage. He was assured of royal treatment. The bird was insistent that he must be given freedom to fly. When asked why he stopped singing, he told the princess that he wanted to see the trees and the green lake and rice growing in the fields. Princess promised to take out the cage, but she said that the view from the cage would be different. The sisters told her that she must be firm with the bird. അപ്പോൾ ഒരു ദിവസം അവളുടെ മറ്റ് സിസ്റ്റേഴ്സൊക്കെ അവളോട് അവൾക്ക് ഒരു പുതിയ തത്തേനെ വാങ്ങിച്ചു കൊടുക്കാമെന്ന്. അപ്പോൾ അവൾ പറഞ്ഞു, എനിക്ക് ഈ സിംഗിങ് ബേർഡിനെ കൊണ്ട് ഞാൻ സന്തോഷവതിയാണെന്ന് പറഞ്ഞു. അപ്പോൾ അവർ സഹോദരിമാർ പറയും, ആ ബേർഡ് പുറത്ത് പോവും, അകത്ത് വരും, അങ്ങനെയല്ലേ, അപ്പോൾ അതിനൊരു കൂട്ടിലടയ്ക്കാൻ പറയും. അപ്പോൾ ഈ ബേർഡ് തിരിച്ചു വന്നപ്പോൾ അവൾ എന്ത് ചെയ്യുക, അതിനൊരു കൂട്ടിലടയ്ക്കും. അപ്പോൾ ബേർഡിന് ഭയങ്കര ബുദ്ധിമുട്ടാവും ആ ഗോൾഡൻ കേജിലിരിക്കുമ്പോൾ. അതിന് റോയൽ ട്രീറ്റ്മെൻറ്റ് ഒക്കെ കൊടുക്കാമെന്ന് പറയും. പക്ഷേ അതൊട്ടും സന്തോഷത്തിലായിരിക്കില്ല. അത് പാട്ട് പാടുന്ന നിർത്തും. അപ്പോൾ ഇവിടെ ചോദിക്കും എന്തുകൊണ്ടാണ് പാട്ട് പാടുന്ന നിർത്തിയെന്ന്. അപ്പോൾ അത് പറയും, എനിക്ക് പുറത്ത് പോയി മരങ്ങളും തടാകവും അതുപോലെ തന്നെ നെൽപ്പാടങ്ങളൊക്കെ കാണണം. അപ്പോൾ പ്രിൻസസ് പറയും, അവളെ ഇങ്ങനെ കൂട്ടിൽ തന്നെ അങ്ങനെ കൊണ്ടുപോകാമെന്ന് പറയും. പക്ഷെ അവൾ പറഞ്ഞു, കേജിലിരുന്ന് കാണുന്നതും അല്ലാതെ കാണുന്നതും ഡിഫറെൻ്റ് ആണെന്ന് പറയും. അപ്പം അവളുടെ സിസ്റ്റേഴ്സ് പറയും, ഇങ്ങനെ എന്താ പറയുക, അവൾ ബേർഡിൻ്റെ അടുത്ത് ഫേമായിട്ട് നിൽക്കണം എന്ന് പറയും. നെക്സ്റ്റ് ഡേ ദ പ്രിൻസസ് ഹേർഡ് നത്തിങ് ഫ്രം ദ കേജ്. പിന്നത്തെ ദിവസം കേജിൽ നിന്ന് ഒന്നും കേട്ടില്ല അവൾ. ഷീ ഫൗണ്ട് ദ ബേർഡ് വീക്കർ. അപ്പോൾ ആ പക്ഷി വളരെ ക്ഷീണിതയായിട്ട് കാണപ്പെടും. സോ ഷീ സെഡ് ദാറ്റ് ഹി കുഡ് സിങ് ഓൺലി വെൻ വാസ് ഫ്രീ. അപ്പോൾ അവൾക്ക് മനസ്സിലാവും എങ്ങനെ ഫ്രീ ആകുമ്പോൾ മാത്രമേ അവൻ പാടുള്ളൂ എന്ന്. ബിസൈഡ്സ് ഹി ടോൾഡ് ഹർ ദാറ്റ് ഹി വുഡ് ഡൈ ഇഫ് ഹി ഡിഡ് നോട്ട് സിങ്. അപ്പോൾ അവൻ പാടിയിട്ടില്ലെങ്കിൽ അവൻ മരിച്ചു പോകുമെന്ന് അവൻ അവളോട് പറയും. സോ ഷീ അലൗഡ് ദ ബേർഡ് ടു ഗോ അവേ. അവൾ ആ പക്ഷീനെ പുറത്തു പോകാനായിട്ട് സമ്മതിക്കും. ആഫ്റ്റർ ദ ബേർഡ് യൂസ് ടു കം ടു ഹെർ ആൻഡ് സിങ് ടു ഹെർ ഹേർട്സ് കണ്ടൽ. അപ്പോൾ അങ്ങനെ അതിനുശേഷം എന്ത് ചെയ്യും, പക്ഷി പുറത്ത് പോവുകയും ചെയ്യും, തിരിച്ച് വന്നിട്ട് അവൾക്ക് വേണ്ടി പാട്ട് പാടും ചെയ്യും. The king had 9 daughters. Choose the best answer. The king had 9 daughters. The king presented his daughters with a parrot. Princess September loved the singing bird. The bird wanted freedom. King Siam had 9 daughters. Princess September gave freedom to the bird. The bird sang well. The sisters were jealous by the Princess September. Write a paragraph on King's strange way of naming his daughters. Narrate the relationship between the princess and the bird. ഇത് നമ്മുടെ ആ ഒരു എസ്സേയിൽ തന്നെ ഉണ്ട് ഈ ആൻസേഴ്സ്. Narrate the story of Princess September. ആ സ്റ്റോറി മീൻസ് ഓൾറെഡി ദിസ് സ്റ്റോറി ഈസ് ടോൾഡ് ബൈ മീ. സോ എന്ത് ചെയ്യുക, നിങ്ങളത് നന്നായിട്ട് പഠിക്കുക. ഇത് തന്നെയാണ് എസ്സേ ക്വസ്റ്റ്യൻ ആയിട്ട് വരിക. Lesson 5, The Reaping Race by Liam O'Flaherty. Liam O'Flaherty was born in 1896 at the Aran Islands in the 5th of Clyde. He has written many novels, plays and short stories, and also his autobiography, which he called Shame the Devil. The story of the reaping race, taken from the collection of 10, give minute descriptive touches of rural scene, rendering it quite alive. The
different stages in the race are marked off in such a vivid manner as to produce dramatic effects. ഇപ്പോൾ ലിയാം ഓഫ് ലാഹർട്ടി ജനിച്ചത് 1896 ആരാൻ ഐലൻഡിലാണ്, പെർത്ത് ഓഫ് സ്കോട്ട്ലാൻഡിലുള്ള. അദ്ദേഹം ഒരുപാട് നോവൽസും അതുപോലെ തന്നെ ഡ്രാമാസും ഷോർട്ട് സ്റ്റോറീസും ഒക്കെ എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഓട്ടോബയോഗ്രഫിയുടെ പേരാണ് ഷെയിം ദ ഡെവിൾ. ദ സ്റ്റോറി, അപ്പോൾ ഈ റീപ്പിംഗ് റേസ് എന്നുള്ള സ്റ്റോറി അദ്ദേഹത്തിൻ്റെ കളക്ഷനായിട്ടുള്ള ദ ടെൻറ്റിൽ വന്നിട്ടുള്ളതാണ്. അപ്പോൾ അതിൽ ഇങ്ങനെ ഈ ഗ്രാമപ്രദേശത്തിലുള്ള ഒരു അതൊക്കെയാണ് നമുക്ക് കാണാനായിട്ട് കഴിയുക. അപ്പോൾ അതിൽ ഒരു റേസിനെ കുറിച്ചാണ് പറയണത്. അത് ഇങ്ങനെ ഒരുപാട് ഡ്രാമാറ്റിക് എഫക്ട്സോട് കൂടിയാണ് അത് വിവരിച്ചിട്ടുള്ളത്. James McDara was a retired engineer. He owned a big rectangular field in the island called Inverara in Scotland. One day he called some agriculture workers and told them that he had divided his land into 3 strips which was measured into 3 even parts. അപ്പോൾ ജെയിംസ് മാക്ഡാര ഒരു റിട്ടയർഡ് എഞ്ചിനീയർ ആണ്. അദ്ദേഹത്തിന് ഒരു ഫീൽഡ് ഉണ്ടായിരുന്നു, റെക്റ്റാങ്കുലർ ഷേപ്പിലായിരുന്നു അത് സ്കോട്ട്ലാൻഡിലുള്ള ഇൻവേറാര ഐലൻഡിലായിരുന്നു. ഒരു ദിവസം അദ്ദേഹം കുറച്ച് അഗ്രികൾച്ചർ വർക്കേഴ്സിനെയൊക്കെ വിളിച്ചിട്ട് അവരോട് പറഞ്ഞു അദ്ദേഹത്തിൻ്റെ ഭൂമി അദ്ദേഹം 3 തിരിച്ചിട്ടുണ്ട്, അവൻ തുല്യമായിട്ട് മെഷർ ചെയ്തിട്ട് 3 ഭാഗിച്ചിട്ടുണ്ട് എന്ന്. ജെയിംസ് മാക്ഡാര wanted 3 couples to start the work of reaping the rye field. He told them that the first to finish the reaping would get 5 pounds. The challenge had been accepted by the 3 best reapers in the whole of Ireland. Each had his wife with him to tie the sheaves as they were cut and bring food and drink. The 3 were Michael Gill, Johnny Bodkin and Pat Considine, and they were supportedly by their wives Susan, Mary and Kate respectively. അപ്പോൾ ജെയിംസ് മാക്ഡാരയ്ക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഒരു 2 കപ്പിൾസ്, ഭാര്യ ഭർത്താക്കന്മാർ എന്ത് ചെയ്യുക, അദ്ദേഹത്തിൻ്റെ ഫീൽഡിൽ കൊയ്യാൻ വരണം എന്ന്. അപ്പോൾ ആരാണോ ഏത് ഫാമിലിയാണോ ആദ്യം കൊയ്ത് തരുന്നത് അവർക്ക് 5 പൗണ്ട് നൽകുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ ചലഞ്ച് ആക്സെപ്റ്റ് ചെയ്തിട്ട് 3 കപ്പിൾസ്, മീൻസ് അവിടുത്തെ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള 3 കപ്പിൾസ് വരും. അപ്പോൾ 3 പേരുടെ ഭാര്യമാരും ഉണ്ടാവും. അപ്പോൾ ഇവർ ഭാര്യമാർ എന്തിനാ വെച്ചാൽ ഈ കറ്റയൊക്കെ കെട്ടാനായിട്ടും ഭക്ഷണം കൊടുക്കാനും ഇതിനൊക്കെയാണ് അവരും കൂടെ ഉള്ളത്. അപ്പോൾ ഈ 3 പേര് മൈക്കൽ ഗില്ലും ജോണി ബോഡ്കിനും പാറ്റ് കൺസിഡൈനുമാണ്. അതിൽ അവരുടെ ഭാര്യമാർ പറയണത് സൂസൻ, മേരി, കേറ്റ്. The moment a shot rang out, the reaping race began. The men started their work. The curved reaping hooks whirled in the air. The 3 women waited in nervous silence for the first sheaf. Johnny Bodkin started fast. His wife tied the first sheaf. Soon Bodkin was far ahead of others. As he rushed through his work, he was cutting his sheaves in an untidy manner and he was leaving hummocks behind him on the ground. Considine and his wife came second. He showed surprising strength and an agility that was godlike. Michael Gill and his wife came last. He was measured in his movements, never looked up to see where his opponents were. His wife moved behind him in the same manner, tying each sheaf daintily. അപ്പോൾ ഇത് ബെല്ലടിച്ച് ഇത് തുടങ്ങിയ സമയത്ത് അവർ റേസ് കൊയ്യാനായിട്ട് തുടങ്ങി. അപ്പോൾ ആണുങ്ങൾ ആ ഒരു കൊയ്ത്ത് തുടങ്ങി. അപ്പം അവരിങ്ങനെ കൊയ്യുമ്പോൾ അവരെ വാളിങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ ഉയർന്ന് താഴ്ന്നു. അപ്പോൾ ഈ 3 സ്ത്രീകളും ഇങ്ങനെ സൈലൻ്റായിട്ട് നോക്കി ആദ്യത്തെ കറ്റ കെട്ടാനായിട്ട് കാത്തിക്കുകയാണ്. അപ്പോൾ ജോണി ബോഡ്കിനാണ് ആദ്യം തുടങ്ങിയത്. അദ്ദേഹത്തിൻ്റെ വൈഫാണ് ആദ്യത്തെ കറ്റ കെട്ടിയത്. അപ്പോൾ എല്ലാവരേക്കാളും മുന്നിലായിരുന്നു അദ്ദേഹം. അതുപോലെ തന്നെ അയാളിങ്ങനെ പെട്ടെന്ന് ഒരു വൃത്തിയില്ലാതെയായിരുന്നു അദ്ദേഹം കട്ട് ചെയ്തിരുന്നത്. അതുപോലെ തന്നെ ഇങ്ങനെ ബാക്കിൽ ഇങ്ങനെ മൊത്തത്തിൽ മൊട്ടപ്പറമ്പ് പോലെയായിരുന്നു, ഗ്രൗണ്ട് പോലെയായിരുന്നു. അപ്പോൾ കൺസിഡൈനും വൈഫുമാണ് രണ്ടാമതെത്തിയത്. അയാൾ ഭയങ്കര സർപ്രൈസിങ് സ്ട്രെങ്ത് കാണിച്ചു. മൈക്കൽ ഗില്ലും അദ്ദേഹത്തിൻ്റെ വൈഫുമാണ് അവസാനം വന്നത്. അയാൾ അദ്ദേഹം വെച്ചാൽ പതുക്കെ നല്ല വൃത്തിയോട് കൂടിയാണ് ചെയ്തിരുന്നത്. ആര് എന്ത് ചെയ്യണം എന്നുള്ളത് അദ്ദേഹം നോക്കിയിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ വൈഫും അതുപോലെ തന്നെയാണ് ചെയ്തത്. നല്ല വൃത്തിയായിട്ട് കറ്റ കെട്ടുക. Around noon, Bodkin cut half
his trip. He was boastful of his achievement. Bodkin's wife was first to go for the midday meal. Both husband and wife took their meals in a hurry. Immediately after that, they set to work. Considine and Kate took their meals while working. Considine kept pace with Bodkin, but Gill and his wife were behind their opponents. When Susan brought food, both of them ate it slowly and then they rested for a while, so they were jeered by people who watched the race. അങ്ങനെ ഉച്ചയായപ്പോഴേക്കും പകുതി ഭാഗം ബോഡ്കിൻ കട്ട് ചെയ്ത് കഴിഞ്ഞിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അച്ചീവ്മെൻറ്റിൽ ഭയങ്കര സന്തോഷത്തിലായിരുന്നു. അദ്ദേഹത്തിൻ്റെ വൈഫും അദ്ദേഹവും കൂടെ ഉച്ചയ്ക്കത്തെ ഭക്ഷണം കഴിക്കാൻ ആദ്യം കയറി. അവർ